قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا كتب على الذين من قبلكم لعلكم تتقون صدق الله العلي العظيم കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഗതകാല ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ സമസ്ത അപരാധങ്ങളെയും വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ നല്ല ഒരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ സൃഷ്ടാവിൻ്റെ റിളയിലും പൊരുത്തത്തിലായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം നസീബ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ സർവരുടെയും മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധവും പരിപാവനവുമായ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ, ആ റമദാനിലേക്ക് ഏതാനും ദിനരാത്രങ്ങൾ കൂടി ആ പുണ്യ റമദാനിലേക്ക് അടുക്കാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ച ദിവസം ആ പുണ്യമായ റമദാനിലേക്ക് അല്ലാഹുവേ ഞങ്ങളെ നീ എത്തിക്കണമേ എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാനിന്റെ മഹത്വം എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ വർഷം മുഴുവനും റമദാൻ ആകാൻ വേണ്ടി ഉമ്മത്ത് കൊതിക്കുമായിരുന്നെന്ന് ആകായം നാംദാർ സർവറെ ആലം താജ്ദാരെ മദീന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഈ റമദാൻ മാസത്തിന് ഇത്രയധികം പ്രത്യേകത ലഭിക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ അതുല്യ വാക്കുകളുടെ മാസ്മരികതയാർന്ന സൃഷ്ടാവിന്റെ വചനത്തിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി എന്നത് തന്നെയാണ് പുണ്യമായ റമദാനിന് ഇത്രയും മഹത്വം ലഭിക്കാനുള്ള കാരണമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ, ആ ഖുർആനിന്റെ ഏറ്റവും വലിയ അമാനുഷികത എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ബൈബിള് യഥാർത്ഥത്തിൽ ഇറക്കപ്പെട്ട ഹീബ്രു ഭാഷ, ആ ഭാഷയിൽ എത്ര ആളുകൾ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പുതിയ പകർപ്പനുസരിച്ചുകൊണ്ട് അത് ഗ്രീക്ക് ഭാഷയിലാണ് വരുന്നത്. ആ ഗ്രീക്ക് ഭാഷയിൽ എത്ര ആളുകൾ പാരായണം ചെയ്യുന്നുണ്ടെന്ന് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളെ പരിശോധിക്കുമ്പോൾ, ഭഗവത്ഗീതയും അതുപോലെ രാമായണവും എല്ലാം അതിൻ്റെ യഥാർത്ഥ ഭാഷ സംസ്കൃതമാണ്. പക്ഷെ ആ സംസ്കൃതം എത്ര പേർക്കറിയാമെന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് വിശുദ്ധമായ ഖുർആനിന്റെ അമാനുഷികത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈത്തപ്പനത്തോട്ടങ്ങളുടെയും മുന്തിരി വള്ളികളുടെയും ഹരിത ചാമരങ്ങൾക്കിടയിൽ പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിൽ പുണ്യപ്രവാചകർ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആകാശ ലോകത്തിന്റെ രാജകുമാരൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയായിരുന്നു ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്?
അതുപോലെയാണ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഇന്നും ആ ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാക്കപ്പെട്ടിട്ടില്ല. തൗറാത്ത് പരിശോധിച്ചാൽ, അതുപോലെയുള്ള വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി യഥാർത്ഥത്തിലുള്ള അതിന്റെ ഭാഷകളിലല്ല ഇന്ന് പാരായണം ചെയ്യപ്പെടുന്നത്. എന്നാൽ നമ്മൾ മലയാളികളാണ്, നമ്മൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതാറുണ്ട്. എങ്ങനെയാ ഓതുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങനെയാണോ ഇറക്കപ്പെട്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അല്ലാതെ സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു അങ്ങനെയല്ല. ഖുർആൻ അറബി ഭാഷ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറയുന്നുണ്ട് കാര്യത്തെ പറ്റിയിട്ട്. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به أولئك هم الخاسرون. സത്യവിശ്വാസികളായ ആളുകളെ പറ്റി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. الذين آتيناهم الكتاب يتلونه حق تلاوته. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ യത്ലൂനഹു അവരെ പാരായണം ചെയ്യുന്നു. എങ്ങനെയാണ് അവർ പാരായണം ചെയ്യുന്നത്? ഹഖ തിലാവതി. അല്ലാഹു ഏത് രൂപത്തിലാണോ അവരിലേക്ക് ഇറക്കിയിട്ടുള്ളത് ആ രൂപത്തിലാണ് അവർ പാരായണം ചെയ്യുന്നത്. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ ദൃഷ്ടാന്തമാണ്. ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ അവർ വിശ്വസിക്കുന്നവരാണ്. ആരെങ്കിലും ആ ഖുർആനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവർ വഴികേടിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധമായ ഖുർആനിനെ നെഞ്ചോട് ചേർക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ പേടിച്ചവശനായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, ഇഖ്റ, ഓതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ചരിത്രങ്ങൾ ഉറങ്ങുന്ന പരിശുദ്ധമായ ജബൽ നൂർ എന്ന പരിശുദ്ധമായ പ്രകാശത്തിന്റെ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് നബി തങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓതാൻ പറഞ്ഞപ്പോ മാ നബി ഖാരിൻ, എനിക്ക് ഓതാൻ അറിയില്ല, എഴുത്തും വായനയും അറിയാത്ത പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടപ്പോൾ പേടിച്ചു പോയി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പേടിച്ചവശനായ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, സല്ലിലൂനി ഖദീജ, പുതപ്പെട്ടു മൂടൂ ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പരിച്ചു കിടക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതപ്പിച്ച് കിടത്തിയപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും വരുന്നത്. എന്നിട്ട് പറയുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പെട്ടു മൂടി കിടക്കുന്നവരെ. പ്രവാചകന്റെ ഒരുപാട് പേരുകൾ വിശുദ്ധ ഖുർആനിൽ കാണാവുന്നതാണ്. അതിൽപ്പെട്ട ഒരു പേരാണ് മുസമ്മിൽ. നബിയെ പുതപ്പെട്ടു മൂടി കിടക്കുന്നവരെ. ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. പുതപ്പെട്ട് മൂടി കിടക്കുന്ന പ്രവാചകരോട് എഴുന്നേക്കാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് പാതിരാ സമയത്ത് വിശുദ്ധമായ ഖുർആൻ അതിന്റെ ഭാഗങ്ങൾ പാരായണം ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ആ
ഖുർആൻ അവതീർണമായതുപോലെ തർത്തീലായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. സപ്താത്ഭുതങ്ങളെ പറ്റി പഠിക്കുമ്പോ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത് വിശുദ്ധമായ ഖുർആനാണ്. ഡോക്ടർ മൊറീസ് ബുഖായ് 1978 അദ്ദേഹം ലണ്ടനിൽ വലിയ ഒരു പ്രഭാഷണം നടത്തി. അത് ഇന്നും ലോക വിപണിയിൽ ഗ്രന്ഥമായിട്ട് നമുക്ക് ലഭിക്കും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, The presence of scientific fact in the Quran എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിനെ മനസ്സിലാക്കണമെങ്കിൽ സർവവിജ്ഞാന കോശം അതാണ് വിശുദ്ധമായ ഖുർആൻ. അത്രയും അറിവുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഡോക്ടർ മൊറീസ് ബുഖായ് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധമായ ഖുർആനിനെ പറ്റി പഠിച്ചിട്ട് എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഖുർആൻ പഠിക്കാതെ തന്നെ ഖുർആൻ കേട്ടിട്ട് എത്ര പേരാണ് വന്നത്? അറേബ്യയിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനായ ഉമറുൽ ഫാറൂഖിനെ ഇരുത്തി ചിന്തിപ്പിച്ചത് വിശുദ്ധമായ ഖുർആനിന്റെ ത്വഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഈ ആയത്തായിരുന്നുവെങ്കിൽ എത്ര പേരാണ് മനസമാധാനം അന്വേഷിച്ചുകൊണ്ട് നടന്നിരുന്ന എത്രയോ ആളുകൾ. കാറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന യൂസുഫുൽ ഇസ്ലാം, അദ്ദേഹം സംഗീതത്തിലൂടെ പ്രശസ്തനായി മെഗാസ്റ്റാർ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹം പറയുകയാണ്, എല്ലാ പത്രങ്ങളിലും എന്റെ നാമമാണ് വരുന്നത്. പത്രങ്ങളിൽ എടുത്തു നോക്കുമ്പോ എന്റെ ഫോട്ടോ വെച്ച് എന്റെ പേര്, പ്രശസ്തിക്ക് ഒരു കുറവുമില്ല. They made me larger than real life. എന്റെ ലൈഫ് അതിങ്ങനെ വളരാൻ തുടങ്ങി. എല്ലാവരും എന്നെ പറ്റി ഇങ്ങനെ പ്രശംസിക്കാൻ തുടങ്ങി. ധാരാളം സമ്പത്ത് വന്നു, പ്രശസ്തി വന്നു. ലോകം അറിയപ്പെടുന്ന സംഗീതജ്ഞനായി ഞാൻ മാറി. പക്ഷേ ഞാൻ അറിയാതെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് സമാധാനം അന്വേഷിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ നടന്നു. ജ്യോതിഷത്തെ പറ്റി പഠിച്ചു, പക്ഷെ എനിക്ക് അവിടെ തൃപ്തി കിട്ടിയില്ല. ഞാൻ ബുദ്ധനെ പറ്റി പഠിച്ചു, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ പറ്റി വായിച്ചു, അദ്ദേഹത്തെ പറ്റി പഠിച്ചു, അദ്ദേഹത്തിന്റെ ആശയധാരയെ പറ്റിയിട്ട്, അദ്ദേഹത്തിന്റെ മീമാംസകളെ പറ്റി, തത്വചിന്തകളെ പറ്റി പഠിച്ചു. പക്ഷെ അവിടെയും എനിക്ക് സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ ജീവിച്ചിരുന്ന നാട്ടിലെ പാതിരിമാരുടെ അടുക്കൽ നിന്ന് കേട്ട ബൈബിളിന്റെ പ്രഘോഷണങ്ങള് എനിക്ക് സമാധാനം നൽകിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിയായ എന്റെ സഹോദരൻ അദ്ദേഹം ഫലസ്തീനിൽ ചെന്നു. ബത്ലഹേം സഞ്ചരിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ഒരു ഖുർആനിന്റെ കോപ്പിയായിട്ടായിരുന്നു വന്നത്. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, പക്ഷേ അദ്ദേഹം ഇസ്ലാമിനോട് ചെറിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന ഖുർആനിന്റെ കോപ്പി എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ആ ഖുർആനിനെ പറ്റി ഞാൻ പഠിച്ചു, വായിച്ചു. എന്റെ ജീവിതത്തിൽ ഖുർആൻ നൽകിയതുപോലെ വേറൊരു സമാധാനം നൽകിയ ഗ്രന്ഥം വേറെ എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ മാനിഫെസ്റ്റോയിലേക്ക് ഞാൻ കടന്നു വന്നു എന്ന് യൂസുഫുൽ ഇസ്ലാം പറഞ്ഞെങ്കിൽ, ഇതുപോലെ എത്ര ആളുകൾക്കാണ് പരിശുദ്ധമായ ഇസ്ലാം പ്രിയപ്പെട്ടവരെ സമാധാനം നൽകിയത്. യാതൊരുവിധ മാറ്റത്തിരുത്തലുകൾക്കും പെട്ടിട്ടില്ലാത്തൊരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ആരെക്കൊണ്ടും അത് യാതൊരു വിധത്തിലുള്ള തിരുത്തലും നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മഅ്മൂൻ രാജാവ് ലോകം ഭരിച്ച സത്യമുള്ള ഭരണാധികാരിയായിരുന്നു. മഅ്മൂൻ രാജാവ് ദിശനാശാലിയായിരുന്നു. ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച് ഒരുപാട് അറിവാളന്മാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് വിദ്യ നുകർന്ന വ്യക്തിയായിരുന്നു മഅ്മൂൻ രാജാവ്. അദ്ദേഹം അറിവ് ലോകത്ത് വിജ്ഞാനം പടർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവഴിച്ച ആളായിരുന്നു. ആരെങ്കിലും ഗ്രന്ഥങ്ങൾ രചിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗ്രന്ഥങ്ങൾ വാങ്ങും, എന്നിട്ട് ആ ഗ്രന്ഥം തുലാസിൽ വെച്ചുകൊണ്ട് തൂക്കും. അതിന് എത്ര തൂക്കം വരുന്നു അത്രയും സ്വർണം സമ്മാനമായി നൽകുന്ന ആളായിരുന്നു മഹാനായ മഅ്മൂൻ രാജാവ്.
അങ്ങനെ അദ്ദേഹം ഒരു ജൂതനായ വ്യക്തിയെ പരിചയപ്പെട്ടു. നല്ല നിലപാടുള്ള അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് ഇസ്ലാമിലേക്ക് വന്നുകൂടെ? താങ്കൾ ധാരാളം പഠിച്ച വ്യക്തിയായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം വരാൻ കൂട്ടാക്കിയില്ല. പിറ്റേ വർഷം മഅ്മൂൻ രാജാവിന്റെ അതിഥിയായി ഇദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്. കാരണം എന്താണെന്ന് ചോദിച്ച സമയത്ത് പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ പറയുകയാണ്, ഞാൻ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് ധാരാളമായി പഠിച്ച വ്യക്തിയാണ്. സ്വന്തമായി ഞാൻ അങ്ങനെ തൗറാത്ത് ഉണ്ടാക്കി. ആ തൗറാത്തിന് എന്റെ വക കുറെ തിരുത്തലുകൾ ഞാൻ നടത്തി. എന്നിട്ട് വേദം പഠിച്ച തൗറാത്തും ഇഞ്ചീലും ഒക്കെ പഠിച്ച ആളുകളുടെ അടുക്കൽ കൊണ്ടുപോയി ഞാൻ കാണിച്ചു. അവരെല്ലാം അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി. അതിൽ ഒരു കുറവും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ വിശുദ്ധമായ ഖുർആൻ ഞാൻ സ്വന്തമായിട്ട് എന്റെ വകയായിട്ടുണ്ടാക്കി. എന്നിട്ട് ഞാൻ അതിങ്ങനെ കൊണ്ടുപോയി കാണിച്ച സമയത്ത്, ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരുടെ കൊണ്ടുപോയി കാണിച്ച സമയത്ത് ഞാൻ അതിൽ നിന്നുകൊണ്ട് ഒരുപാട് ആയത്തുകൾ അടർത്തി മാറ്റിയിരുന്നു. എന്റെ വകയായി കുറെ ഉണ്ടാക്കി വെച്ചിരുന്നു. അവര് ഓതിയിട്ട് പറഞ്ഞു, അത് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ധാരാളം തെറ്റുകളുണ്ട്, ഇന്ന ആയത്തുകൾക്ക് തെറ്റുകളുണ്ട്, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും ഇതുവരെ അനുവദിക്കപ്പെടാത്ത ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ തയ്യാറായി എന്ന് ആ ജൂതനായ വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് മഅ്മൂൻ രാജാവിനോട് പറയുകയാണ്. ഈ സംഭവത്തെ പറ്റിയിട്ട് പ്രമുഖ പണ്ഡിതനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിനോട് മന്ത്രിയായിരുന്ന യഹിയ എന്നവര് പറഞ്ഞ സമയത്ത് സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞു, എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല. കഅബാലയത്തിന്റെ ചാരത്ത് വെച്ചാണ് പറഞ്ഞത്. എനിക്കിത് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞതാണല്ലോ. അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. അതിനെ അല്ലാഹുവാണ് ഇറക്കിയിട്ടുള്ളത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആനിനെ സംരക്ഷിക്കേണ്ട കടമ അല്ലാഹുവിനാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അതാരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും, ഏതെല്ലാം മീഡിയകൾ പരിശുദ്ധമായ ഖുർആനിനെ പറ്റി ഇസ്ലാമിനെ പറ്റി എന്തൊക്കെ മോശമായി പ്രചരിപ്പിച്ചാലും ഇസ്ലാം വളരുക തന്നെ ചെയ്യും. ഖുർആൻ ധാരാളം ആളുകൾ മനസ്സിലാക്കിയിട്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുമെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു മഅ്മൂൻ രാജാവിന്റെ മന്ത്രിയായിരുന്ന യഹിയ എന്നവരോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിന്റെ മാസമാണ് നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഖുർആനിന്റെ ആളുകളായിട്ട് നമ്മൾ മാറുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, മഹാനായ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എനിക്ക് പ്രത്യേകക്കാരായ കുറച്ച് ആളുകളുണ്ട്. സാധാരണ അങ്ങനെയാണല്ലോ, നമുക്കൊക്കെ പ്രത്യേക കൂട്ടുകാരുണ്ടാകും. എല്ലാവരോടും ഒരുപോലെ ആവില്ല. നമുക്ക് ചില ആളുകളോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാ. എന്നാൽ അല്ലാഹു പറയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, എനിക്ക് കുറച്ച് പ്രത്യേകക്കാരായ ആളുകളുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയുമോ? അഹ്ലുൽ ഖുർആൻ, അവര് ഖുർആനിന്റെ അഹ്ലുകാരാണ്. അവര് എന്റെയും അഹ്ലുകാരാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ഖുർആൻ ധാരാളമായി ഓതുന്ന ആളുകള് അവര് മരിക്കുന്ന സമയത്ത്, നാളെ പരലോകത്ത് മരിച്ചതിന് ശേഷം വരുന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കല് ഈ പരിശുദ്ധമായ ഖുർആൻ ആ മനുഷ്യന്റെ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ശഫീഅൻ ലി അസ്ഹാബി, ആ മനുഷ്യന്റെ വേണ്ടി ശുപാർശ ചെയ്യും. അല്ലാഹുവിനോട് പറയും, പടച്ചോനെ ആ മനുഷ്യന്റെ ഉറക്കം കെടുത്തിയവനാണ് ഞാൻ. പാതിരാ സമയത്ത് നിന്റെ കലാമായ ഖുർആൻ ഓതിയിട്ട് ഒരുപാട് ഉറക്കമൊഴിച്ച വ്യക്തിയാണ് ആ മനുഷ്യൻ. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ഉന്നതമായ പദവി നൽകണേ. യാ റബ്ബി ഹല്ലി, അല്ലാഹുവേ അദ്ദേഹത്തിന് ഉന്നതമായ വസ്ത്രങ്ങൾ നീ ധരിപ്പിക്കണേ എന്ന് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫയുൽബിസു താജൽ കറാമ,
ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർണ്ണവും വെള്ളിയും അതുപോലെ തന്നെ അതുല്യമായ വിലപിടിപ്പുള്ള മുത്തുകൾ പതിപ്പിച്ചിട്ടുള്ള സുന്ദരമായ വസ്ത്രങ്ങൾ നൽകിയിട്ട് ആ മനുഷ്യനെ ആദരിക്കുന്നതാണ്. അപ്പോ വീണ്ടും പറയും, പടച്ചോനെ അതുകൊണ്ട് മതിയായില്ല, ഇനിയും കൊടുക്കണം. പിന്നെയും അദ്ദേഹത്തെ വസ്ത്രം ധരിപ്പിക്കും. എന്നിട്ട് അല്ലാഹുവോട് പറയും, ഫയഖൂലു യാ റബ്ബി ഇറുയി അൻഹു, അല്ലാഹുവേ ആ മനുഷ്യനെ കൊണ്ട് നീ ഒന്ന് തൃപ്തിപ്പെടണേ അല്ലാഹ്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യനെ കൊണ്ട് തൃപ്തിപ്പെടും. എന്നിട്ട് അല്ലാഹു പറയും, ഇഖ്റ, നീ ഖുർആൻ ഓതാൻ വേണ്ടി പറയും. ഓരോ ഖുർആനിന്റെ ആയത്തുകൾ അയാൾ ഇങ്ങനെ ഓതുമ്പോൾ അതനുസരിച്ച് അയാളുടെ സ്ഥാനമാനങ്ങളെ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഖുർആൻ മാറണം. എത്ര പേർക്ക് ഖുർആൻ നല്ല രൂപത്തിൽ ഓതാൻ അറിയാമെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇമാമത്ത് നിർത്തിയാലാണ് ആ വിവരം മനസ്സിലാകുകയുള്ളൂ. കാരണം പല ആളുകളും ഓതുന്ന ഫാത്തിഹ പോലും തെറ്റാണ്. തജ്വീദിന്റെ നിയമങ്ങൾ പലർക്കും അറിയില്ല. ഖുർആൻ നമ്മൾ പഠിക്കണം. ഖുർആനിന്റെ അർത്ഥ ഗംഭീര്യത നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിന്റെ അർത്ഥങ്ങളെ പഠിച്ചുകൊണ്ട് അതിലേക്ക് ആഴമേറിയ പഠനം നടത്തിയിട്ട് ആ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ അഹ്ലുകാരായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹമലത്തുൽ ഖുർആൻ, ഖുർആൻ ചുമക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യമായ റമദാൻ ധാരാളം ദിക്റിലും ഫിക്റിലും ശുക്റിലുമായി തഹ്മീദിന്റെയും തക്ബീറിന്റെയും തംജീദിന്റെയും മന്ത്രധ്വനികളുമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് അടുക്കാനുള്ള ഒരു മാസമായി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. തഖ്വ അല്ലാഹു നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ.